തുടർഭരണം, അതായത് മൂന്നാം തവണയും തുടർഭരണത്തിൽ ഉറപ്പ്, അത്രയും വലിയൊരു ആത്മവിശ്വാസത്തോടുകൂടി ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച വികസന നയരേഖയുമൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? ഞങ്ങൾ CPMൻ്റെ ആളുകളാണ്. ഞങ്ങൾക്കുള്ളതിനേക്കാൾ ആത്മവിശ്വാസം ഇന്ന് കേരളത്തിലെ ബഹുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മൂന്നാം തവണയും ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ ബഹുജനങ്ങളാണ്. CPMൻ്റെ പ്രഖ്യാപിതമായ നയങ്ങളിൽ നിന്നൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മേഖലയിലടക്കം വിദേശ നിക്ഷേപം സ്വീകരിക്കാമെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെയും ചർച്ചയാവുകയാണ്. യാതൊരു നയവ്യതിയാനവും ഇല്ല. വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. നമ്മൾ പൊതുമേഖലയെ പരമാവധി ശാക്തിപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ രാജ്യത്തെ തന്നെ മുൻനിര സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് അതിൻ്റേതായ ഒരു സ്പേസ് അനുവദിക്കുന്നത്. പരമാവധി റിസോഴ്സസ് ആ മേഖലയിൽ നൽകി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ നയവ്യതിയാനത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. പാർട്ടി അംഗീകരിച്ചിട്ടുള്ള നയപ്രകാരം തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദേശ സർവകലാശാലകൾ ഈ ഘട്ടത്തിലൊന്നും വന്നിട്ടില്ല, ഈ ബില്ലിലെ പരാമർശിക്കുന്നില്ല. 75 വയസ്സെന്ന പ്രായപരിധി അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കർശനമാക്കണമോ, അത്തരം ചർച്ചകളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് പുതിയ കുട്ടികളെ, പുതിയ ആളുകളെ, അതായത് കേഡർമാർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ യുവജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു പ്രായം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പകരം കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അധികം പറ്റില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പാർട്ടിയിൽ പ്രവർത്തിക്കാം. അതേസമയത്ത് ആ കമ്മിറ്റിയിലേക്ക് പുതുതലമുറയിലെ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയും, പുതിയ യുവാക്കളെയും യുവതികളെയും ഓരോ കമ്മിറ്റിയിലേക്കും കൊണ്ടുവരുന്നതിനാവശ്യമായ വിധത്തിലുള്ള ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ചതാണ്.